ലൈസൻസ് ഉണ്ടായിട്ടും വാഹനം ഓടിക്കാൻ പറ്റുന്നില്ലേ? എന്തായിരിക്കും പ്രശ്നം? ഹായ്, നമ്മളോടൊപ്പം ഉള്ളത് കാട്ടാക്കടയിൽ നിന്ന് വന്ന പ്രേമാണ്. ഇന്ന് ഇയാളുടെ മൂന്നാമത്തെ ക്ലാസ് ആണ്. ഒന്നാമത്തെയും രണ്ടാമത്തെയും ക്ലാസ്സിൽ 16 കിലോമീറ്റർ വീതമാണ് പ്രാക്ടീസ് കൊടുത്തത്. ആ 2 ക്ലാസ്സിൽ ഞങ്ങൾ ഫോക്കസ് ചെയ്തത് ഓർഡിനറി മെത്തഡിൽ പഠിച്ചിരുന്ന കാര്യങ്ങൾ ഞങ്ങളുടെ ഐഡിയയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു. ഫസ്റ്റ് ഡേ സ്റ്റിയറിംഗ് എങ്ങനെ ബാലൻസ് ചെയ്യണം, കാറിൻ്റെ ഇടത് സൈഡ് എങ്ങനെ ജഡ്ജ് ചെയ്യാമെന്നും എല്ലാം കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. രണ്ടാമത്തെ ദിവസം ക്ലച്ചും ഗിയറും ബ്രേക്കും ആയിരുന്നു. ഇതെല്ലാം ഏതൊക്കെ ടൈമിൽ എങ്ങനെയെല്ലാം ഉപയോഗിക്കണം, ഏതൊക്കെ ടൈമിൽ ഗിയർ മാറണം, ഏതൊക്കെ ടൈമിൽ ക്ലച്ച് ഹാഫിൽ കൺട്രോൾ ചെയ്യണം എന്നെല്ലാം നമ്മൾ പറഞ്ഞു കൊടുത്ത് അതും ഓക്കെ ആക്കി. മൂന്നാമത്തെ ദിവസം 50 കിലോമീറ്ററാണ് പ്രാക്ടീസ് കൊടുത്തത്. ഒന്നാമത്തെ രണ്ടാമത്തെ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങൾ എല്ലാം ഒരുമിച്ച് ഒരുപോലെ ചെയ്ത് പോകാൻ പറ്റുന്ന റോഡിലാണ് പ്രാക്ടീസ് കൊടുത്തത്. സ്റ്റിയറിംഗിന്റെയും ക്ലച്ചിന്റെയും ബ്രേക്കിന്റെയും ഗിയറിന്റെയും കാര്യങ്ങളെല്ലാം നമ്മൾ ആദ്യമേ പഠിച്ചതുകൊണ്ട് വേറൊരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. അങ്ങനെ ഹാഫിൽ വെച്ചോണ്ടിരുന്നാലും ക്ലച്ചിന് പ്രശ്നമാണ്. ക്ലച്ച് കത്തിക്കൊണ്ടേയിരിക്കും. ഇവിടെ സിഗ്നൽ നോക്കിയിരിക്കും. നമ്മുടെ മുന്നിൽ എന്തായാലും വണ്ടി ഉണ്ടല്ലോ, നോക്കിയിരിക്കുക. ആദ്യം സിഗ്നലിൽ കത്തും, പിന്നെ ഫ്രണ്ടിലെ വണ്ടി പോയി ഓരോ വണ്ടികളിൽ പോയി വരാനകത്ത് ക്ലച്ച് ഹാഫിലേക്ക് പതിയെ പോവാം. പക്ഷെ കൂളായിട്ട് എടുക്കണമെന്നേ ഉള്ളൂ. ഇതാണ് ഫൈനൽ റിസൾട്ട്. ആ ബ്ലോക്കിൽ ഒരിക്കൽ പോലും വണ്ടി ഓഫ് ആക്കാതെയോ ബാക്കിലോട്ട് പോകാതെയോ കറക്റ്റ് ഹാഫ് ക്ലച്ച് വെച്ച് കറക്റ്റ് ആ ബ്ലോക്ക് എല്ലാം ഓവർകം ചെയ്ത് ഗിയറെല്ലാം മാറി പക്കയായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ വാഹനം ഓടിച്ച് സെറ്റ് ആവണമെന്നുണ്ടെങ്കിൽ മടിച്ചിരിക്കാതെ പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളൂ. ഫുൾ സെറ്റാണ്.